സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയ ഗതാഗത നിയമലംഘന കുറ്റങ്ങളിൽ പിഴയിനത്തിൽ സർക്കാരിന് കിട്ടാനുള്ളത് 646 കോടി രൂപയാണ്. 2020 ശേഷമുള്ള കണക്കാണ് ഇത്. അതിനു മുമ്പുള്ള പിഴ കൂടി കൂട്ടുമ്പോൾ ഏകദേശം 1000 കോടി രൂപ കടക്കും. നേരത്തെ ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് മൂവ് എന്ന സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ഡേറ്റ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ പൂർണ്ണമായ വിവരം ലഭ്യമല്ല. കേന്ദ്രീകൃത സംവിധാനമായ ഇ ചലാൻ പോർട്ടൽ വന്ന ശേഷമാണ് കൃത്യമായ കണക്കുകൾ ശേഖരിക്കാൻ കഴിയുന്നത്. 2020 ശേഷം ചുമത്തിയ പിഴയിൽ നിന്ന് 363 കോടി രൂപ ഖജനാവിലെത്തിയിട്ടുണ്ട്. ശരാശരി 80 കോടി രൂപ റോഡ് ഗതാഗത നിയമലംഘനങ്ങളിൽ നിന്നുള്ള പിഴയായി വർഷം സർക്കാരിന് ലഭിക്കുന്നുമുണ്ട്. AI ക്യാമറകൾ കൂടാതെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിരീക്ഷണ ക്യാമറകൾ, ഉദ്യോഗസ്ഥർ നടത്തുന്ന വാഹന പരിശോധന എന്നിവയിലൂടെയുള്ള പിഴ വരുമാനമാണ് ഇത്. പിഴയിലെ കിട്ടാക്കടം പിരിച്ചെടുക്കുക അതിസങ്കീർണമാണ്. പഴയ കേസുകളിൽ ഭൂരിഭാഗത്തിലും വാഹനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഇവ കണ്ടെത്തി ജപ്തി ചെയ്യുക പ്രായോഗികമല്ല. ഉടമയുടെ മേൽവിലാസം കൃത്യമല്ലാത്തതും വെല്ലുവിളിയാണ്. പണം അടച്ചില്ലെങ്കിൽ വാഹന ഉടമയ്ക്കെതിരെ റവന്യൂ ജപ്തി നടപടിയെടുക്കാൻ കഴിയും. വില്ലേജ് അധികൃതരുമായി ബന്ധപ്പെട്ട് വാഹന ഉടമയുടെ ഭൂമി കണ്ടെത്തി ജപ്തി കുടിശ്ശിക പതിക്കും. വസ്തു വിൽക്കാനോ മറ്റ് സേവനങ്ങൾക്കോ സമീപിക്കുമ്പോൾ ചെലവ് സഹിതം പിഴ ഈടാക്കാനുമാകും. എന്നാൽ വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ കാര്യത്തിൽ റവന്യൂ നടപടി സാധ്യമല്ല.